നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള മെഷർമെൻറ്റ് ഓഫ് പ്രഷറാണ്. സോ മെഷർമെൻറ്റ് ഓഫ് പ്രഷറിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രഷറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് പ്രഷർ, എന്തൊക്കെ ടൈപ്പ് പ്രഷറാണ് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ ആദ്യം അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറുണ്ട്, അതുപോലെ അബ്സലൂട്ട് പ്രഷർ, ഗേജ്, വാക്യൂം പ്രഷറൊക്കെയാണ് കാണുന്നത്. സോ ഫസ്റ്റ് നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നോക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റലിൽ ക്രിയേറ്റ് ആവുന്ന അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ മാസിൽ എക്സേർട്ടഡ് ആയിട്ട് വരുന്ന പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ എക്സേർട്ടഡ് ബൈ എൻവയോൺമെൻറ്റൽ മാസ്, ദാറ്റ് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അബ്സലൂട്ട് പ്രഷർ ആണ്. അബ്സലൂട്ട് പ്രഷർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദ സിസ്റ്റം. ഇറ്റ്സ് മെഷേർഡ് ഫ്രം സീറോ പ്രഷർ ലെവൽ. എപ്പോഴും നമ്മളത് സീറോ പ്രഷർ ലെവലിലായിരിക്കും മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം ഈസ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ എന്ന് പറയുന്നതും വാക്യൂം പ്രഷർ എന്ന് പറയുന്നതും നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ലെവൽ നിർത്തിയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ലെബോ ആയിട്ടുള്ള പോർഷനിലാണ് വരുന്നതെങ്കിൽ അതിന് ഗേജ് പ്രഷർ എന്നും, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ബിലോ പോർഷനിലാണെങ്കിൽ അതിനെ വാക്യൂം പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ എന്നും നമ്മൾ പറയുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് വരുന്ന പ്രഷർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ പ്രഷറിൻ്റെ യൂണിറ്റ് നമുക്കറിയാവുന്ന തന്നെയാണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ നമ്മളിതിന് എന്തെന്നും പറയും, പാസ്കൽ എന്നും പറയാറുണ്ട്. ഇനി 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കൽ ആണ് വരുന്നത്. ഓക്കെ, ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോഴും എടുത്തു പറയുന്ന കാര്യമാണ്, യൂണിറ്റിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന നെക്സ്റ്റ് ടേം ആണ് പാസ്കൽസ് ലോ. എന്താണ് പാസ്കൽസ് ലോ എന്ന് നോക്കാം. ഇതൊരു ലോ ആണ് അല്ലേ. പാസ്കൽസ് ലോ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു ലോ ആണ്, പാസ്കൽസ് ലോ. ഇപ്പം ഞാൻ ഒരു ബീക്കറിൽ ഫ്ലൂയിഡ് ഉണ്ട്. സോ ആ ഫ്ലൂയിഡിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൂയിഡിൻ്റെ ഏതൊരു പോയിന്റ് ഞാൻ എടുത്താലും ആ ഒരു പോയിന്റിൻ്റെ ഏതൊരു ഡയറക്ഷനിലും അവിടുത്തെ ഇൻറ്റൻസിറ്റി പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പം ആ ഒരു ബീക്കറിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏതൊരു പോയിന്റ് എടുത്താലും ഇപ്പോൾ ഏത് എക്സ് ഡയറക്ഷൻ കാണാം, വൈ ഡയറക്ഷൻ കാണാം, ഇസഡ് ഡയറക്ഷൻ കാണാം ഇല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു വൈ ഡയറക്ഷൻ കാണാം, അതുപോലെ തന്നെ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അത് എക്സ് ഡയറക്ഷൻ കാണാം, അതുപോലെ തന്നെ ഇസഡ് ഡയറക്ഷൻ കാണാം. അപ്പോൾ ഏതൊരു ഡയറക്ഷൻ എടുത്താലും നമുക്ക് എങ്ങനെ തന്നെയാണ് വരുന്നത്, സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് PX = PY = PZ എന്നുള്ള രീതിയിൽ എഴുതിക്കൂടെ. അതുപോലെ പാസ്കൽസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും എക്സാമ്പിൾസ് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു മെയിൻ എക്സാമ്പിളാണ് ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത് പാസ്കൽസ് ലോയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നത്. അടുത്ത് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ആണ്. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ പാസ്കൽസ് ലോ കഴിഞ്ഞു. അടുത്ത് രണ്ടാമത് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ആണ്. ജസ്റ്റ് ഞാൻ ലോ എന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ഡീപ്പായിട്ട് വരച്ച് കാണിക്കുന്നൊന്നുമില്ല. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻക്രീസ് ചെയ്ത് വരുന്നത് എങ്ങനെയായിരിക്കും, ഈ ഒരു ഇത് വെച്ച് നോക്കിയാൽ തന്നെ അറിയാം. ഡെപ്ത് ഇങ്ങോട്ടേക്ക് പോകുന്ന അനുസരിച്ചാണ് പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് കൂടിക്കൂടി വരുന്നത്. സോ അത് തന്നെയാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോയിലും പറയുന്നത്. ഇതൊരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റിനും ഈക്വലായിട്ട് വരും. സ്പെസിഫിക് വെയിറ്റിന് ഈക്വലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ρg Hന് ഈക്വലായിട്ട് എഴുതാം. ρg എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ എന്താണ്, P = W × H. നമ്മൾ ഓൾറെഡി അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർട്ടീസിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഇതിനെ തന്നെ നമുക്കിപ്പം എങ്ങനെ എഴുതാൻ പറ്റും, dP പ്രഷർ ബൈ അവിടുത്തെ ഹൈറ്റ്. അപ്പോൾ dP/dH = W എന്നത് സ്പെസിഫിക് വെയിറ്റിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ഈക്വൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. സോ dP/dH = W ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇല്ലേ. ഈ P/H = W ആ ഒരു രീതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ P/H = W എന്ന് വരും. ലാസ്റ്റ് ഈ ഒരു ഇക്വേഷൻ തന്നെ ഫോം ചെയ്ത് വരും. അതേ ഇത്രയും പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. നിങ്ങളപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, പ്രഷർ നമ്മുടെ ഹൈറ്റ് ഡൗൺവേർഡ് ഹൈറ്റ് കൂടുന്ന അനുസരിച്ച് പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേ ഇരിക്കും. ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. ഇനി അടുത്ത് പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം മാനോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഗേജസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാനോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇനി മാനോമീറ്റേഴ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. മാനോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്.
അപ്പോൾ അത് സിമ്പിൾ മാനോമീറ്ററും ഡിഫറൻഷ്യൽ മാനോമീറ്ററും എന്നുള്ളതാണ് ആ ഒരു മാനോമീറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇതിൽ തന്നെ സിമ്പിൾ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മളൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്ലൂയിഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലൂയിഡിലോ ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ തന്നെ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ 3 ടൈപ്പ് വീണ്ടും ഉണ്ട്: പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ. അതുപോലെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുമ്പോൾ പൊതുവേ ഒറ്റ പോയിന്റിലുള്ള പ്രഷർ അല്ല നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്, ഡിഫറൻസ് ഇൻ പ്രഷർ ആയിരിക്കും. 2 പോയിന്റ്സിനിടയിലുള്ള ഡിഫറൻസ് ഇൻ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 ടൈപ്പ്: യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും. ഇനി നമുക്ക് എന്താണ് പീസോമീറ്റർ, എന്താണ് യൂട്യൂബ് മാനോമീറ്റർ, ഇങ്ങനെ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പീസോമീറ്റർ എന്താണെന്നാണ് നോക്കേണ്ടത്. സോ പീസോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ മാനോമീറ്ററിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിലുള്ളതാണ് പീസോമീറ്റർ എന്ന് പറയുന്നത്. ഒരു എൽ ഷേപ്പിൽ ഗ്ലാസ് ട്യൂബൊക്കെ ബെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും പീസോമീറ്റർ കാണുന്നത്. അതുപോലെ ഇതിൽ എക്സ്റ്റേണൽ ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്ന മാനോമെട്രിക് ഫ്ലൂയിഡ് തന്നെ ആയിരിക്കും. അതുപോലെ വളരെ ലോ ആയിട്ടുള്ള പ്രഷർ മാത്രമേ നമുക്ക് പീസോമീറ്ററിൽ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റിലെ പ്രഷറാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എനിക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? പ്രഷർ കണ്ടുപിടിക്കാൻ ρGH എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രം യൂസ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പീസോമീറ്റർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പറയുന്നത് യൂട്യൂബ് മാനോമീറ്റർ. ഇതാണ് യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത്. ഇതിൽ യു ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ട്യൂബ് നമ്മൾ ബെൻഡ് ചെയ്തിട്ടായിരിക്കും കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ഇതിൻ്റെ ഒരു ലിംബ് എന്ന് പറയുമ്പം അറ്റ്മോസ്ഫിയറിൽ ഓപ്പൺ ആയിട്ട് നിൽക്കും. ഓക്കെ, ഒരു ലിംബ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ ഓപ്പൺ ആയിട്ട് നിൽക്കുകയും മറ്റു ലിംബ് ഒരു പൈപ്പിൽ കണക്റ്റഡും ആയിരിക്കും. ഓക്കെ, ഇനി ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് മെർക്കുറിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗേജ് പ്രഷറും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഗേജ് പ്രഷറും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാക്യൂം പ്രഷറും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലോ മുതൽ ഹൈ വരെയുള്ള ലോ ടു ഹൈ പ്രഷർ നമുക്ക് ഈ ഒരു യൂട്യൂബ് മാനോമീറ്റർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് യൂട്യൂബ് മാനോമീറ്ററിൻ്റെ കാര്യങ്ങൾ. നമ്മൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത് നമ്മൾ പറയുന്ന 3ാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിംഗിൾ കോളം മാനോമീറ്റർ ആണ്. സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറയുമ്പോൾ യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ലോ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കൂടുതലും ലോ പ്രഷർ ആയിരിക്കും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതുപോലെ ലോ പ്രഷർ ആയാലും അത് ഗ്രേറ്റർ ആക്യുറസിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ സാധാ യൂട്യൂബ് മാനോമീറ്ററിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിലൊരു റിസർവോയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിസർവോയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ ഈ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്ററില്ലേ, അപ്പോൾ ആ യൂട്യൂബിൻ്റെ ഏരിയയുടെ 100 ടൈംസ് ആയിരിക്കും റിസർവോയറിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മാത്രമേ സിംഗിൾ കോളം മാനോമീറ്ററിലുള്ളൂ. ഇനി നമ്മൾ അടുത്ത ഡിഫറൻഷ്യൽ മാനോമീറ്ററിലുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഒരു മീഡിയം മുതൽ ഹൈ പ്രഷർ വരെയൊക്കെ മെഷർ ചെയ്യാൻ നമുക്ക് പറ്റും. മീഡിയം ടു ഹൈ പ്രഷറാണ് വരുന്ന. മീഡിയം ടു ഹൈ പ്രഷറിൻ്റെ ഡിഫറൻസസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് നമ്മൾ മെർക്കുറി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ആണ്. ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്ററിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മെർക്കുറി യൂസ് ചെയ്യത്തില്ല. മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് മെർക്കുറി യൂസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ലൈറ്റർ ഡെൻസിറ്റിയിലുള്ള മാനോമെട്രിക് ഫ്ലൂയിഡ് ആയിരിക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ലെസ് ദാൻ 1 ഉള്ള മാനോമെട്രിക് ഫ്ലൂയിഡ്സ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യാറുള്ളൂ. വളരെ ലോ പ്രഷറിലുള്ള ഡിഫറൻസസ് മാത്രമേ നമുക്ക് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി ആണ്. എന്തൊക്കെ ടൈപ്പ് ഹൈഡ്രോളിക് എനർജിയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കപ്പാസിറ്റി ടു ഡു വർക്കാണ് അല്ലേ. നമുക്കൊരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി, അതിനെ തന്നെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. സോ അത് മെയിനായിട്ട് ഹൈഡ്രോളിക് എനർജിയുടെ കേസിൽ വരുമ്പോൾ 3 പറയുന്നത്: പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, പ്രഷർ എനർജി. അത് നമുക്ക് ആദ്യത്തെ നോക്കാം. പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. സോ സ്റ്റാറ്റിക് കണ്ടീഷനാണ് വരുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ. അതുപോലെ ഇത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന Z ആണ് ഇൻ മീറ്റർ. ഓക്കെ, അടുത്ത് പറയുന്ന കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ മോഷനാണ്, അല്ലെങ്കിൽ നമുക്ക് വെലോസിറ്റി ബേസിൽ നമുക്ക് കൈനറ്റിക് എനർജി പറയാൻ പറ്റും. സോ ഇത് നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ ഇത് ഡിനോട്ട് ചെയ്യുന്നത് v²/2g എന്നുള്ള ഫോമിലാണ്. നെക്സ്റ്റ് പറയുന്ന പ്രഷർ എനർജിയാണ്. പ്രഷർ എനർജി എന്ന് പറയുമ്പോൾ പ്രഷർ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് P/ρg എന്നുള്ള
കേസിലാണ്, അല്ലെങ്കിൽ ഇത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പി ബൈ റോ ജി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്കുള്ള ടൈപ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇനി ഇതിൽ ടോട്ടൽ എനർജി ഓഫ് ലിക്വിഡ് പാർട്ടിക്കിൾസ് ഇൻ മോഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ടോട്ടൽ എനർജി ഓഫ് ലിക്വിഡ് പാർട്ടിക്കിൾസ് ഇൻ മോഷൻ. അപ്പോൾ ഇതിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഏത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പ്രഷർ എനർജിയാണ് വരുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇസഡ് ആണ്, പ്ലസ് വെലോസിറ്റി എനർജി v²/2g ആണ് വരുന്നത്. പ്രഷർ എനർജി എന്ന് പറയുന്നത് p ബൈ റോ ജി ആണ് വരുന്നത്. സോ ഇതെന്ന് പറയുന്നത് ടോട്ടൽ എനർജിയുടെ കേസസിലാണ് നമ്മൾ പറയുന്നത്. ഇതെന്ന് പറയുന്ന ബെർണോളിയസ് തിയറം എന്ന് പറയുന്നൊരു തിയറം ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നതും ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബെർണോളിയസ് തിയറത്തിലോട്ട് കിടക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് ഇതുവരെ നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ H=Z പ്ലസ് v²/2g പ്ലസ് p ബൈ റോ ജി. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി എന്ന് പറയുന്നത്. ഇത്രയെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. കുറച്ചുകൂടെ അറിഞ്ഞാൽ അത്രയും നല്ലത്, എങ്കിലും മിനിമം ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക.